ബലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പ്രശംസയുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. കുറ്റമറ്റ കൃത്യനിർവഹണമാണ് ഇന്ത്യൻ വ്യോമസേന നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രശംസ. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പൂർത്തിയാക്കിയ അഭ്യാസ പ്രകടനങ്ങളായ ഗഗൻ ശക്തി, വായു ശക്തിയും ബലാക്കോട്ട് വ്യോമാക്രമണത്തിലും വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. പാക് വ്യോമസേനയുടെ പ്രതിരോധ വിമാനം തകർത്ത അഭിനന്ദൻ വർത്തമാനെയും നിർമ്മല സീതാരാമൻ പ്രശംസിച്ചു. വ്യോമസേന നൽകുന്ന ഏറ്റവും മികച്ച പരിശീലനങ്ങളുടെ കൃത്യമായ പ്രതിഫലനം ആ സമയത്ത് കണ്ടതായും മന്ത്രി പറയുന്നു. പാക് പിടിയിലായ അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യയുടെ കൃത്യമായ നയതന്ത്ര ഇടപെടലുകളോടെ മാർച്ച് 1 പാകിസ്ഥാൻ വിട്ടയച്ചത്. ഫെബ്രുവരി 27 പാകിസ്ഥാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ പാക് പ്രതിരോധ വിമാനം തകർത്തുവെന്ന വാദം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെ വ്യോമാക്രമണത്തിന്റെ റഡാർ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ ഇന്ത്യ പുറത്തുവിടുകയായിരുന്നു. വ്യോമസേനയുടെ എല്ലാ പ്രതിരോധ നീക്കങ്ങൾക്കും മന്ത്രി അഭിനന്ദനം അറിയിച്ചു. ഫെബ്രുവരി 14 ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ-ഇ-മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തിയതോടെയാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത്. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതായി പറയപ്പെടുന്ന ബലാക്കോട്ട് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പാകിസ്ഥാൻ വിദേശ മാധ്യമ പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി. ബലാക്കോട്ടിൽ ആക്രമണം നടന്നതായി പറയുന്ന സ്ഥലങ്ങളും ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെ അധീനതയിലുള്ളതാണെന്ന് പറയപ്പെടുന്ന മതപഠന കേന്ദ്രവും സന്ദർശിക്കാൻ BBC-യും അൽ ജസീറയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ. ബലാക്കോട്ടിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെ ഒരു വലിയ കുഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെയാണ് ഇന്ത്യ ബോംബ് വർഷിച്ചതെന്ന് പാക് സൈന്യം പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ പ്രവർത്തനരഹിതമായ മദ്രസ കേടുപാടുകളൊന്നും കൂടാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നും മദ്രസയിലെ ചില അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് സംസാരിച്ചതായി BBC റിപ്പോർട്ടിൽ ഉസ്മാൻ സാഹിദ് സാക്ഷ്യപ്പെടുത്തുന്നു. ആഗോള മാധ്യമങ്ങളുടെ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെ നിയന്ത്രണത്തിലുള്ളതെന്ന് പറയപ്പെടുന്ന ആ കെട്ടിടം യഥാർത്ഥത്തിൽ ഒരു മതപഠന സ്ഥാപനം മാത്രമാണ്, ഭീകര കേന്ദ്രമൊന്നുമല്ല എന്നും ഏതാണ്ട് ഉറപ്പായെന്നാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 100ഓളം കുട്ടികൾ ഖുർആൻ വചനങ്ങൾ ഉറക്കെ ചൊല്ലുന്നതായി കണ്ടുവെന്നാണ് BBC റിപ്പോർട്ടർമാരുടെ സംഘം പറയുന്നത്. എന്നാൽ അവർ മദ്രസയ്ക്കടുത്ത് താമസിക്കുന്ന കുട്ടികളാണെന്നും ഇന്ത്യയുടെ ആക്രമണം നടന്ന ദിവസം മുതൽ മദ്രസ പ്രവർത്തിച്ചിട്ടില്ലെന്നുമാണ് മദ്രസ അധ്യാപകർ പ്രതികരിച്ചത്. പ്രദേശത്തെ ഒരു വീടിന്റെ ഒരു വശം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതായ റിപ്പോർട്ടുകളുണ്ട്. ചില മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. നിരവധി ഭീകരരെ വധിച്ചുവെന്നും ഭീകര ക്യാമ്പുകൾ തകർത്തുവെന്നുമെന്നുള്ള ഇന്ത്യയുടെ ആരോപണത്തെ മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.